Come on children, let's learn. Today we are going to see the last part of the story, The Great Adventure and the question answers. Where did we stop Toto-chan's story in the last class? Toto-chante കഥ എവിടെയാണ് നമ്മൾ നിർത്തിയത്? കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു കണ്ടത്? ടോട്ടോ-ചാൻ അവളുടെ സുഹൃത്തായ യസുക്കി-ചാനെ അവളുടെ മരത്തിൽ കയറാൻ സഹായിക്കുകയാണ് അല്ലേ? എങ്ങനെയാണ് അവൾ അവനെ മരത്തിൽ കയറ്റുന്നത്? She dragged a step ladder from the shed for him to climb. യസുക്കി-ചാന് കയറാൻ വേണ്ടി ടോട്ടോ-ചാൻ ഷെഡിൽ നിന്നും ഒരു സ്റ്റെപ്പ് ലാഡർ വലിച്ചു കൊണ്ടുവന്നു. എന്നിട്ടോ? After struggling for a long time, യസുക്കി-ചാൻ reached on the top of the ladder. കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അവൻ സ്റ്റെപ്പ് ലാഡറിന്റെ മുകളിലെത്തി. Now he has to get onto the fork. But how? Let's see what they will do. ഇപ്പോൾ അവൻ ഏകദേശം ഫോക്കിനടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി അതിൽ കയറി ഇരിക്കണം അല്ലേ? അവൻ എങ്ങനെ കയറും? നമുക്ക് നോക്കാം. The struggle. Toto-chan jumped onto the fork, but she couldn't get Yasuki-chan onto the tree from the step ladder. She wanted so badly to have Yasuki-chan onto her tree. She wanted to show him all sorts of things. Clutching the step ladder, Yasuki-chan looked at Toto-chan. She suddenly felt like crying. Children, now I will explain. Toto-chan jumped onto the fork, but she couldn't get Yasuki-chan onto the tree from the step ladder. Toto-chan jumped and sat on the fork very easily, but she didn't know how to get Yasuki-chan onto the tree. Toto-chan വളരെ എളുപ്പത്തിൽ ഒറ്റച്ചാട്ടത്തിന് മരത്തിൻ്റെ മേലെ കയറി ഫോക്കിലിരുന്നു. പക്ഷേ യസുക്കി-ചാനെ എങ്ങനെ സ്റ്റെപ്പ് ലാഡറിൽ നിന്നും മരത്തിലേക്ക് കയറ്റുമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. She wanted so badly to have Yasuki-chan onto her tree. She wanted to show him all sorts of things. Toto-chan longed to have Yasuki-chan on her tree. Yasuki-chan തൻ്റെ മരത്തിൽ കയറാനായി ടോട്ടോ-ചാൻ വളരെയധികം ആഗ്രഹിച്ചു. She wished to show him many things. The blue sky, buildings and trees in the distance, and the people passing by, everything. പലതരത്തിലുള്ള കാഴ്ചകൾ മരത്തിന് മുകളിലിരുന്ന് യസുക്കി-ചാന് കാണിച്ചു കൊടുക്കണമെന്ന് ടോട്ടോ-ചാൻ ആഗ്രഹിച്ചു. എന്തെല്ലാമാണ് അവൾ കണ്ടിരുന്ന കാഴ്ചകൾ? ആകാശം, ദൂരെയുള്ള മരങ്ങളും ബിൽഡിങ്ങുകളും, ആളുകൾ നടന്നു പോകുന്നത്, ഇതൊക്കെ അവൾ നോക്കിയിരിക്കാറുണ്ടായിരുന്നു അല്ലേ? ഇതെല്ലാം അവനെ കൂടി കാണിച്ചു കൊടുക്കണമെന്ന് ടോട്ടോ-ചാന് ആഗ്രഹമുണ്ടായിരുന്നു. Clutching the step ladder, Yasuki-chan looked at Toto-chan. Holding the ladder tightly, Yasuki-chan looked at Toto-chan sadly. കോണിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് യസുക്കി-ചാൻ സങ്കടത്തോടെ ടോട്ടോ-ചാനെ നോക്കി. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെയാവുമോ? എനിക്ക് മരത്തിലേക്ക് കയറാൻ കഴിയില്ലേ എന്ന ഭാവത്തിലാണ് അവൻ അവളെ നോക്കുന്നത്. She suddenly felt like crying. Seeing his sad face, Toto-chan felt like crying. സങ്കടപ്പെട്ട് നിൽക്കുന്ന അവൻ്റെ മുഖം കണ്ടപ്പോൾ ടോട്ടോ-ചാന് പെട്ടെന്ന് കരച്ചിൽ വന്നു. But she didn't cry. She feared that if she did, Yasuki-chan might start crying too. പക്ഷേ ടോട്ടോ-ചാൻ കരഞ്ഞില്ല. എന്തുകൊണ്ടാണ് അവൾ കരയാതിരുന്നത്? അവളാണ് യസുക്കി-ചാന് ധൈര്യം കൊടുക്കുന്നത് അല്ലേ? അവൾ കരഞ്ഞാൽ അവനും കരഞ്ഞു പോകുമോ എന്നായിരുന്നു അവളുടെ പേടി. അടുത്ത പാരഗ്രാഫ് നോക്കാം. She took hold of his hand. It was bigger than hers and his fingers were longer too. They were all stuck together because of the polio. She held his hand for a long time. Then she said, "Lie down. I'll try to pull you over." വിശദമായി നോക്കാം. She took hold of his hand. It was bigger than hers and his fingers were longer too. They were all stuck together because of the polio. ടോട്ടോ-ചാൻ യസുക്കി-ചാൻ്റെ കൈ മുറുകെ പിടിച്ചു. He was elder than Toto-chan, wasn't he? Yes. So his hand was bigger than hers. യസുക്കി-ചാന് ടോട്ടോ-ചാനേക്കാളും പ്രായമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ്റെ കൈകൾ അവളുടേതിനേക്കാളും വലുതായിരുന്നു. അവൻ്റെ വിരലുകളോ?
They were all stuck together because of the polio. പോളിയോ ബാധിച്ചിരുന്നത് കൊണ്ട് അവൻ്റെ വിരലുകളെല്ലാം ചേർന്ന് ഒട്ടിപ്പിടിച്ചതുപോലെയാണ് ഇരുന്നത്. അതുകൊണ്ട് അവനെ പിടിച്ചു വലിച്ചു കയറ്റാൻ അവൾക്ക് പ്രയാസമായിരുന്നു. She held his hand for a long time. അവൾ അവൻ്റെ കൈയും പിടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ കുറേ നേരം അങ്ങനെ നിന്നു. Then she said, "Lie down. I'll try to pull you over." അവസാനം അവനെ വലിച്ചു കയറ്റാൻ തന്നെ ടോട്ടോ ചാൻ തീരുമാനിച്ചു. അവൾ പറഞ്ഞു, നീ അവിടെ കിടക്ക്, ഞാൻ നിന്നെ വലിച്ചു മുകളിലേക്ക് കയറ്റാം. അടുത്ത പേജ് നോക്കാം. If any grown-ups had seen the scene, they would have let out a scream. But Yasuki-chan trusted Toto-chan completely. Toto-chan was risking her life for him. With her tiny hands clutching his, she pulled with all her might. From time to time, a large cloud would mercifully protect them from the blistering sun. വിശദമായി നോക്കാം. If any grown-ups had seen the scene, they would have let out a scream. If any grown-ups, any teachers, parents, or any other people had seen the scene, they would let out a scream. വല്ല മുതിർന്നവരും ആ വഴി പോകുമ്പോൾ ആ കാഴ്ച കണ്ടിരുന്നെങ്കിൽ അവർ ഉറപ്പായി നിലവിളിച്ചേനെ. അത്രയും അപകടം പിടിച്ച ഒരു പ്രവൃത്തിയായിരുന്നു ടോട്ടോ ചാനും യസുക്കി ചാനും കൂടി ചെയ്തിരുന്നത്. ബട്ട് യസുക്കി ചാൻ ട്രസ്റ്റഡ് ടോട്ടോ ചാൻ കംപ്ലീറ്റ്ലി. എന്നാൽ യസുക്കി ചാൻ ടോട്ടോ ചാനെ പൂർണ്ണമായും വിശ്വസിച്ചു. ഒരു അപകടവും വരാതെ അവൾ ശ്രദ്ധിക്കുമെന്ന് അവൻ വിശ്വസിച്ചിരുന്നു. ടോട്ടോ ചാൻ വാസ് റിസ്കിംഗ് ഹെർ ലൈഫ് ഫോർ ഹിം. ടോട്ടോ ചാൻ ശരിക്കും യസുക്കി ചാനു വേണ്ടി അവളുടെ ജീവൻ കൂടി അപകടപ്പെടുത്തുകയാണ്. അവനെ മുകളിലേക്ക് വലിച്ചു കയറ്റുമ്പോൾ മരക്കൊമ്പിൽ നിന്ന് അവൾ താഴെ വീഴാൻ സാധ്യതയുണ്ടല്ലേ. With her tiny hands clutching his, she pulled with all her might. With her little hands, Toto-chan holded Yasuki-chan's hand and pulled him up with all her strength. ടോട്ടോ-ചാൻ അവളുടെ കുഞ്ഞു കൈകൾ കൊണ്ട് യസുക്കി-ചാൻ്റെ കൈ മുറുകെ പിടിച്ച് സർവ്വശക്തിയും ഉപയോഗിച്ച് അവനെ മുകളിലേക്ക് വലിച്ചു. From time to time, a large cloud would mercifully protect them from the blistering sun. It is summer season. The sun is very hot. It is blistering sun. ചുട്ടുപൊള്ളിക്കുന്ന സൂര്യനാണല്ലേ. Who protected them from the blistering sun? Yes, a large cloud. ഒരു വലിയ മേഘമാണ് സൂര്യൻ്റെ ചുട്ടുപൊള്ളിക്കുന്ന ചൂടിൽ നിന്നും അവരെ സംരക്ഷിച്ചത്. A large cloud mercifully protected them from the blistering sun. ഒരു വലിയ മേഘം ദയയോടെ സൂര്യൻ്റെ ചൂടിൽ നിന്നും അവരെ രണ്ടുപേരെയും സംരക്ഷിച്ചു. At last, the two stood face to face on the tree. Brushing her damp hair back, Toto-chan bowed politely to him and said, "Welcome to my tree." Yasuki-chan leaned against the trunk, smiling rather bashfully, and said, "May I come in?" Dear children, where is Yasuki-chan now? At last, our Yasuki-chan is on the tree. Are you happy? യസുക്കി-ചാൻ അവസാനം മരത്തിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുണ്ടോ? At last, the two stood face to face on the tree. അവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി മരത്തിലിരുന്നു. Brushing her damp hair back, Toto-chan bowed politely to him and said, "Welcome to my tree." What do you mean by damp hair? Wet hair, നനഞ്ഞ മുടി. Toto-chan's hair was wet. Why, yes, you're right. She was drenched in sweat because of her effort to get Yasuki-chan on her tree. കുറേ നേരമായി ടോട്ടോ-ചാൻ യസുക്കി-ചാനെ മരത്തിൽ കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു അല്ലേ. അവൾ ആകെ വിയർത്ത് കുളിച്ചിരുന്നു. അതാണ് അവളുടെ മുടി നനഞ്ഞിരിക്കുന്നത്. ടോട്ടോ-ചാൻ ബ്രഷ്ഡ് ഹെർ ഡാം ഹെയർ ബാക്ക്. ടോട്ടോ-ചാൻ അവളുടെ നനഞ്ഞ മുടി പിന്നിലേക്ക് കോതിയൊതുക്കി. എന്നിട്ട് മര്യാദയോടെ അവന് നേരെ കുനിഞ്ഞുകൊണ്ട് പറഞ്ഞു, "എൻ്റെ മരത്തിലേക്ക് സ്വാഗതം." യസുക്കി-ചാൻ leaned against the trunk, smiling rather bashfully, and said, "May I come in?" Yasuki-chan was very happy. He leaned against the trunk
and smiled with shyness. യസുക്കി-ചാൻ മരത്തിൽ ചാരിയിരുന്ന് നാണത്തോടെ ചിരിച്ചു. എന്നിട്ട് അവൻ എന്താ ചോദിച്ചത്? മേ ഐ കം ഇൻ? ടോമോയിൽ എല്ലാ കുട്ടികളും മറ്റൊരാളുടെ മരത്തിൽ കയറുമ്പോൾ അങ്ങനെയല്ലേ ചോദിക്കാറ്? യസുക്കി-ചാനും അങ്ങനെ തന്നെ ചോദിച്ചു. On the top of the world, Yasuki-chan was able to see vistas he had never glimpsed before. So, this is what it's like to climb a tree, he said happily. They stayed on the tree for a long time and talked about all sorts of things. ഇത്രയും ഭാഗം വിശദമായി നോക്കാം. On the top of the world, ലോകത്തിൻ്റെ നെറുകയിൽ. മരത്തിൻ്റെ മുകളിൽ കയറിയപ്പോൾ ലോകത്തിൻ്റെ തന്നെ നെറുകയിൽ എത്തിയ പോലെ അത്രയും സന്തോഷം യസുക്കി-ചാന് തോന്നിയിട്ടുണ്ടാവും അല്ലേ? യസുക്കി-ചാൻ വാസ് ഏബിൾ ടു സീ വിസ്റ്റാസ് ഹി ഹാഡ് നെവർ ഗ്ലിംസ്ഡ് ബിഫോർ. സിറ്റിംഗ് ഓൺ ദ ട്രീ, യസുക്കി-ചാൻ കുഡ് സീ മെനി സൈഡ്സ് ദാറ്റ് ഹി ഹാഡ് നെവർ സീൻ ബിഫോർ. മരത്തിന് മുകളിൽ ഇരുന്നു കൊണ്ട് യസുക്കി-ചാന് മുൻപ് അവൻ കാണാത്ത പല കാഴ്ചകളും കാണാൻ കഴിഞ്ഞു. So this is what it's like to climb a tree, he said happily. അപ്പോൾ ഇങ്ങനെയാണല്ലേ ഒരു മരത്തിൽ കയറിയാൽ? യസുക്കി-ചാൻ സന്തോഷത്തോടെ പറഞ്ഞു. They stayed on the tree for a long time and talked about all sorts of things. അവർ ഒരുപാട് നേരം മരത്തിലിരുന്ന് പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ബാക്കിയുള്ള ഭാഗം വായിക്കാം. My sister in America says they have got something there called television, said Yasuki-chan with enthusiasm. She says that when it comes to Japan, we will be able to sit at home and watch sumo wrestling. She says it is like a box. She simply wondered how sumo wrestlers could get inside a box in your own houses. Now I will explain. Listen. Sitting on the fork, Toto-chan and Yasuki-chan are talking. What are they talking about? Yes, they are talking about television. In those days, television was not common. Toto-chaനും Yasuki-chaനും മരത്തിലിരുന്ന് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ടി വിയെക്കുറിച്ചാണല്ലേ? ഇന്ന് നമ്മുടെയൊക്കെ വീട്ടിൽ ടി വി ഉണ്ടല്ലേ? എന്നാൽ അക്കാലത്ത് ടി വി ഒരു സാധാരണ വസ്തുവായിരുന്നില്ല. പലരും ടി വി കണ്ടിട്ടേയില്ലായിരുന്നു. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ മാത്രമാണ് ടെലിവിഷൻ ഉണ്ടായിരുന്നത്. യസുക്കി-ചാൻ്റെ സിസ്റ്റർ എവിടെയാണ്? അമേരിക്കയിലാണല്ലേ? അവൻ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നതെന്ന് നോക്കാം. My sister in America says they have got something there called television, said Yasuki-chan with enthusiasm. മരത്തിൽ കയറിയതിൻ്റെ സന്തോഷത്തിലാണല്ലേ യസുക്കി-ചാൻ. അവൻ ഉത്സാഹത്തോടെ പറയാണ്, അമേരിക്കയിലെ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ ടെലിവിഷൻ എന്നു പേരുള്ള ഒരു സാധനമുണ്ട്. She says that when it comes to Japan, we will be able to sit at home and watch sumo wrestling. She says it is like a box. എന്തൊക്കെയാണ് യസുക്കി-ചാൻ്റെ സിസ്റ്റർ ടെലിവിഷനെ കുറിച്ച് പറയുന്നത്? Yes, it looks like a box. അതൊരു പെട്ടി പോലെയാണ്. If it comes to Japan, they can watch sumo wrestling sitting at their own home. ടോട്ടോ-ചാൻ്റെ നാട് ഏതാണ്? ജപ്പാനാണല്ലേ? അവിടുത്തെ ഒരു പ്രധാന കായിക വിനോദമാണ് സുമോ ഗുസ്തി. ജപ്പാനിൽ ടി വി വന്നാൽ അവർക്ക് സുമോ ഗുസ്തി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കാണാം എന്നാണ് യസുക്കി-ചാൻ്റെ ചേച്ചി പറയുന്നത്. She simply wondered how sumo wrestlers could get inside a box in your own houses. ടി വി ഒരു ബോക്സ് പോലെയാണ് എന്നാണ് കേട്ടത്. എങ്ങനെയാണ് നമ്മുടെ വീടിനുള്ളിലെ ഒരു ബോക്സിൽ സുമോ റെസ്ലേഴ്സ് കയറിയിരിക്കുന്നത്? എങ്ങനെയാണ് ഗുസ്തിക്കാർക്ക് ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാൻ പറ്റുക? അവർ വലിയതല്ലേ? ടോട്ടോ-ചാൻ അത്ഭുതപ്പെട്ടു പോയി. അടുത്ത പേജ് വായിക്കാം. സുമോ റെസ്ലേഴ്സ് ആർ സോ ബിഗ്, ബട്ട് ഇറ്റ് വാസ് ഫാസിനേറ്റിംഗ് ഓൾ ദ സെയിം. ഇൻ ദോസ് ഡേയ്സ് നോബഡി ന്യൂ അബൌട്ട് ടെലിവിഷൻ. Yasuki-chan was the first to tell Toto-chan about it. Didn't you see the sumo wrestlers in the picture? How are they? Yes, they are so big and fat. How can they get into a small box? It's really fascinating. It's really interesting, isn't it?
നേരത്തെ നിങ്ങൾ സുമോ റെസ്ലേഴ്സിൻ്റെ ചിത്രം കണ്ടില്ലേ? അവരെങ്ങനെയാണ്? നല്ല തടിയും വലിപ്പമൊക്കെ ഉണ്ടല്ലേ? അവരെങ്ങനെയാണ് ഒരു കുഞ്ഞു ടി വിക്കുള്ളിൽ കയറുന്നത്? ടി വിയെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്ത ആളുകൾക്ക് ഈ കാര്യം വളരെ കൗതുകകരമാണല്ലേ? ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. ഇൻ ദോസ് ഡേയ്സ് നോബഡി ന്യൂ അബൌട്ട് ടെലിവിഷൻ. അക്കാലത്ത് ആർക്കും ടെലിവിഷനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. യെസുക്കി-ചാൻ വാസ് ദ ഫസ്റ്റ് ടു ടെൽ ടോട്ടോ-ചാൻ അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് ടോട്ടോ-ചാനോട് ആദ്യമായി പറയുന്നത് യെസുക്കി-ചാൻ ആണ്. ദ സിക്കാഡാസ് were singing and the two children were so happy, and for Yesuki-chan it was the first and last time he ever climbed a tree. നേരം കുറേയായി ചീവീടുകൾ കരയാൻ തുടങ്ങി. രണ്ട് കൂട്ടുകാരും വളരെ സന്തോഷത്തിലായിരുന്നു. ചീവീടിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രാത്രികാലങ്ങളിലൊക്കെ വല്ലാത്ത ശബ്ദം ഉണ്ടാക്കുന്ന ഒരു പ്രാണിയാണ് ചീവീട്, സിക്കാഡ. And for Yesuki-chan it was the first and last time he ever climbed a tree. യെസുക്കി-ചാൻ ആദ്യമായും അവസാനമായും മരത്തിൽ കയറിയ ഒരേ ഒരു സന്ദർഭം അതായിരുന്നു. ടോട്ടോ-ചാൻ്റെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായോ? വളരെ മിടുക്കിയാണല്ലേ ടോട്ടോ-ചാൻ? അവൾ നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്. യെസുക്കി-ചാനെ പോലെ എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ടോ ദാരിദ്ര്യം മൂലമോ ഒക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരിൽ ചിലരെയെങ്കിലും സഹായിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമല്ലേ? നിങ്ങളും അതിന് ശ്രമിക്കുമല്ലോ. ശരി, നമുക്ക് ഈ ഭാഗത്തെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. 14 വരെയുള്ള ചോദ്യങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഉത്തരം എഴുതിയതാണ്. ആരെങ്കിലും ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചാനലിൻ്റെ ഹോം പേജിലും എല്ലാ വീഡിയോകളും ലഭ്യമാണ്. 15ാമത്തെ ചോദ്യം നോക്കാം. ടോട്ടോ-ചാൻ felt like crying, but she did not cry. Why? യെസുക്കി-ചാന് മരത്തിൽ കയറ്റാൻ കഴിയാതെ വന്നപ്പോൾ ടോട്ടോ-ചാന് കരച്ചിൽ വന്നു അല്ലേ? പക്ഷേ അവൾ കരഞ്ഞില്ല. എന്തുകൊണ്ടാണ്? ടോട്ടോ-ചാൻ didn't know how to get യെസുക്കി-ചാൻ onto her tree from the step ladder. സ്റ്റെപ്പ് ലാഡറിൽ നിന്നും എങ്ങനെ യെസുക്കി-ചാനെ മരത്തിലേക്ക് കയറ്റണമെന്ന് ടോട്ടോ-ചാന് അറിയില്ലായിരുന്നു. ഷീ felt like crying. അവൾക്ക് കരച്ചിൽ വന്നു. But she didn't cry because she feared that if she did, Yesuki-chan might start crying too. പക്ഷേ അവൾ കരഞ്ഞില്ല. കാരണം അവൾ കരഞ്ഞാൽ യെസുക്കി-ചാനും കരയാൻ തുടങ്ങുമോ എന്ന് അവൾ പേടിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Toto was risking her life for Yesuki-chan. What does this tell us about Toto-chan? യെസുക്കി-ചാന് വേണ്ടി ടോട്ടോ-ചാൻ അവളുടെ ജീവൻ പോലും അപകടപ്പെടുത്തുകയായിരുന്നു അല്ലേ? ഇതിൽ നിന്നും ടോട്ടോ-ചാനെ കുറിച്ച് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ടോട്ടോ-ചാൻ വാസ് സപ്പോർട്ടീവ് ആൻഡ് കെയറിംഗ് ഫോർ ഹെർ ഫ്രണ്ട്സ്. ടോട്ടോ-ചാൻ അവളുടെ കൂട്ടുകാർക്ക് സഹായവും കരുതലും നൽകുന്ന കുട്ടിയായിരുന്നു. ഷീ വാസ് റെഡി ടു സാക്രിഫൈസ് എനിത്തിങ് ടു ഹെൽപ്പ് അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി അവരെ സഹായിക്കാനായി എന്തും ത്യജിക്കാൻ അവൾ തയ്യാറായിരുന്നു. ഷീ ഈസ് എ റോൾ മോഡൽ ഫോർ അസ് ടു ഹെൽപ്പ് അതേഴ്സ്. മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ അവൾ നമുക്കൊരു മാതൃകയാണ്. ഹൗ ഡിഡ് ദ ക്ലൗഡ്സ് ഹെൽപ്പ് ദം? എങ്ങനെയാണ് മേഘങ്ങൾ അവരെ സഹായിച്ചത്? ദ ക്ലൗഡ്സ് mercifully protected them from the blistering sun. കത്തുന്ന സൂര്യനിൽ നിന്നും മേഘങ്ങൾ അവരെ ദയയോടെ സംരക്ഷിച്ചു. യെസുക്കി-ചാൻ was climbing a tree for the first time in his life. What could his feeling be? യെസുക്കി-ചാൻ അവൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് മരത്തിൽ കയറുന്നത്. എന്തായിരിക്കും അപ്പോൾ അവന് തോന്നിയിട്ടുണ്ടാവുക? യെസുക്കി-ചാൻ was very happy and excited because he could see the vistas he had never seen before. അവൻ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പല കാഴ്ചകളും കാണാൻ കഴിഞ്ഞതുകൊണ്ട് യെസുക്കി-ചാൻ വളരെ സന്തോഷത്തിലും ആവേശത്തിലുമായിരുന്നു. കൂട്ടുകാരെ, ദി ഗ്രേറ്റ് അഡ്വെഞ്ചർ എന്ന കഥയും അതിലെ ചോദ്യോത്തരങ്ങളും എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്തു തുടങ്ങാം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്താൽ പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ അറിയാൻ കഴിയുന്നതാണ്. ഓക്കെ ഡിയേഴ്സ്, ബൈ.